നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണലൂരിൽ അംബേദ്കർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം. നാട്ടികയിൽ MLA ഫണ്ട് വിനിയോഗിച്ചുള്ള അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം. മുറ്റിച്ചൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ കൃഷിയിടത്തിൽ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ 10ാം വാർഡിൽ TN പ്രതാപൻ MPയുടെ 65 ലക്ഷം രൂപയുടെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ഡോക്ടർ അംബേദ്കർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ PT ജോൺസൺ ആമുഖ പ്രസംഗം നടത്തി. അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ രമേശ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സീത ഗണേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രാകേഷ് കണിയാമ്പറമ്പിൽ, മിനി അനിൽകുമാർ, ടോണിയ താണിക്കൽ, ഷോയ് നാരായണൻ എന്നിവർ ആശംസകൾ നേർന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ MV അരുൺ, രാധാകൃഷ്ണൻ, NRS ബാബു എന്നിവരും റോഡ് പരിസര നിവാസികൾ, നാട്ടുകാർ എന്നിവരുടെയും സാന്നിധ്യമുണ്ടായിരുന്നു. MPമാർക്കാണെങ്കിൽ 2 കൊല്ലം ഫണ്ടേ ഉണ്ടായിരുന്നില്ല. കോവിഡ് കാരണം 2 കൊല്ലത്തെ MP ഫണ്ട് കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞു വെച്ചത് ഇപ്പോഴും ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല. ആകെ 3 കൊല്ലത്തിൻ്റെ കാലത്ത് വെറും 17 കോടി രൂപ മാത്രമേ തന്നിട്ടുള്ളൂ. MPയുടെ വിസ്തൃതി ഇവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികൾക്ക് അറിയാം. ഞാൻ 909 വാർഡിൻ്റെ പ്രതിനിധിയാണ്. 909 വാർഡ്, ഏകദേശം 46 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്തും ഒരു കോർപ്പറേഷനും 3 മുനിസിപ്പാലിറ്റിയും അടക്കം. അപ്പോൾ ഈ സ്ഥലങ്ങളിലേക്ക് പങ്കുവെച്ചു കൊടുത്താൽ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ CC മുകുന്ദൻ MLAയുടെ 2023-24 ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അങ്കണവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. 2ാം വാർഡ് മെമ്പർ സെന്തിൽ കുമാർ ആമുഖ പ്രസംഗം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KK സന്തോഷ്, മെമ്പർമാരായ നികിത രാധാകൃഷ്ണൻ, സുരേഷ് യാനി, CS മണികണ്ഠൻ, ഐഷാബി ജബ്ബാർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UK ഗോപാലൻ, മുൻ മെമ്പർമാരായ സജിനി മുരളി, TK പ്രസാദ്, KB രത്നവല്ലി, നാട്ടിക പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം AK ചന്ദ്രശേഖരൻ, ശോഭന എന്നിവർ സംസാരിച്ചു. 25 ലക്ഷം രൂപ മുടക്കി 2 നിലകളിലായിട്ടാണ് സ്മാർട്ട് അംഗൻവാടി നിർമ്മിക്കുന്നത്. 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച അംഗൻവാടി ഹെൽപ്പർ അനിത ധർമ്മനെ MLA ആദരിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. എന്നിരുന്നാലും രാഷ്ട്രീയത്തിന് അതീതമായി നല്ല പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ കഴിയണം എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. എന്നിരുന്നാലും പഴയകാലത്തെ ചരിത്രവും ഇപ്പോഴത്തെ ചരിത്രവും വെച്ച് പരിശോധിക്കുമ്പോൾ പല രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തനമൊക്കെ നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളത്. കാലഘട്ടത്തിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തന ശൈലി. പക്ഷെ വികസന രംഗത്ത് അങ്ങനെ ഒരു ശൈലിയുടെ ആവശ്യമില്ല. എല്ലാവരും ഒറ്റ സ്വരത്തിൽ പ്രവർത്തിച്ച് മാന്ത്രികപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഈ നമ്മുടെ വാർഡ് മെമ്പറിൻ്റെ ആ പരിശീലനം, പ്രവർത്തന ശൈലി എനിക്ക് വളരെ, ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, ഞാനൊരു അധികാരത്തിൽ വന്നാൽ ജനസമൂഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി വാർഡ് മെമ്പർ. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് UP സ്കൂളിന്റെ 132ാം വാർഷിക ദിനവും രക്ഷാകർതൃ ദിനവും ശനിയാഴ്ച വൈകിട്ട് പാരിഷ് ഹാളിൽ നടത്തി. ഹെഡ്മിസ്ട്രസ് ആനി VD ആമുഖ പ്രസംഗം നടത്തി. ഫസ്റ്റ് അസിസ്റ്റന്റ് ബെറ്റി വർഗീസ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ പ്രിൻസ് പൂത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 2023-24 വർഷത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങിയ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയായ ആൻസനെ അനുമോദിക്കുകയും ചെയ്തു. മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിൻ്റെ പത്രത്തിൻ്റെ പ്രകാശനവും നിർവഹിച്ചു. D4 ഡാൻസ് വിന്നറും D5 ഡാൻസിൻ്റെ ഫൈനലിസ്റ്റുമായ ബാലതാരം ചൈതിക് വിശിഷ്ടാതിഥിയായിരുന്നു. സ്കൂൾ മാനേജർ എൻഡോമെൻറ്റുകൾ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ രാകേഷ് കണിയാമ്പറമ്പിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു.
മണലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഈ വർഷത്തെ വിദ്യാർത്ഥി കർഷക അവാർഡ് ഏറ്റുവാങ്ങിയ റെയ്ഗൺ റെജിയെ ആദരിച്ചു. സമ്മാന വിതരണം നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, സാന്റ് ജോസ് കെയർ ഹോം മാനേജറായ ബ്രദർ പ്ലാവിയൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി പോൾ എ ചിരിയങ്കണ്ടത്ത്, പള്ളി ട്രസ്റ്റി MD ജോഷി, PTA പ്രസിഡന്റ് റിനി റജി, മദർ PTA പ്രസിഡന്റ് നൈമ സത്യൻ, നഴ്സറി PTA പ്രസിഡന്റ് രശ്മി നിതിൻ, സ്കൂൾ ലീഡർ മാസ്റ്റർ ഇഗ്നിക്ക വർഗീസ്, CCNM എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും നടന്നു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷുഹൈബ് ശരത് ലാൽ ഖൃബേഷ് രക്തസാക്ഷി ദിന സ്മൃതി സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VA ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി. ജവഹർ ബാലമഞ്ച് ബ്ലോക്ക് ചെയർമാൻ അശ്വിൻ ആലപ്പുഴ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികൾ ആയ മിജോ ജോസഫ്, പ്രവീൺ അഞ്ചേരി, മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ് പാനാട്ടിൽ, വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർമാരായ ബിന്ദു പ്രദീപ്, വൈശാഖ് വേണുഗോപാൽ, അജ്മൽ ഷരീഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാർ വൈഭവ് MV, സുജിൻ കരിപ്പായി, റോയ് ആന്റണി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ജയൻ, ഫർദീൻ ഷാ, ഹിഷാം KV, ജിതിൻ ചാക്കോ, വിഷ്ണു പാർളം, ദീപു KV, ശ്രേയസ് PA എന്നിവർ പങ്കെടുത്തു. നാടിന്റെ തന്നെ പ്രതീക്ഷയെ തകർത്തുകൊണ്ട് ആ ചെറുപ്പക്കാരുടെ ഒക്കെ ജീവനെടുത്തത് ഈ CPM എന്ന് പറയുന്ന കൊലയാളി പ്രസ്ഥാനമാണ്. ഈ CPM എന്ന് പറയുന്ന കൊലയാളി പ്രസ്ഥാനം ഭരിക്കുന്ന ഈ നാട്ടിൽ ഇവിടെ ഏത് സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, ഈ കൊലയാളികൾക്ക് വേണ്ടിയിട്ട് കേസിന് പോകുന്നതിന് വേണ്ടിയിട്ട് ഈ ഖൃബേഷിന്റെയും ശരത് ലാലിന്റെയും ഷുഹൈബിന്റെയും കുടുംബത്തിലെ അംഗങ്ങൾ സുപ്രീം കോടതിയിലേക്ക് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുത്തപ്പോ ആ കേസിനെതിരെ സംസ്ഥാന സർക്കാരിന്റെ വക്കീലുമാർ ഈ പറയപ്പെടുന്ന കൊലയാളികൾക്ക് വേണ്ടി ഹാജരാകുന്നത്. മംഗല്യം 2024 ഭാഗമായി ഞായറാഴ്ച വിവാഹിതയാകുന്ന ചൂലൂർ യോഗിനിമാത ബാലികാ സദനം മകൾ ആര്യയ്ക്ക് വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് വിവാഹ സമ്മാനമായി 1 പവൻ നൽകി. യോഗിനിമാത ബാലികാ സദനത്തിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് 318D ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് വളപ്പില സ്വർണ്ണമാല ആര്യയ്ക്ക് നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് KP പ്രവീൺജിത്ത് അധ്യക്ഷത വഹിച്ചു. അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി പ്രിൻസ് തോമസ്, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി, റീജിയണൽ ചെയർപേഴ്സൺ ലയൺ സക്കറിയ, സോൺ ചെയർപേഴ്സൺ ലയൺ MC മദനകുമാർ, സെക്രട്ടറി ലയൺ OM ബിജു, യോഗിനിമാത ബാലികാ സദനം പ്രസിഡന്റ് AP സദാനന്ദൻ, സെക്രട്ടറി NS സജീവ് എന്നിവർ സംസാരിച്ചു. ഏരിയ ചെയർപേഴ്സൺ ലയൺ സീമ സക്രിയ, ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ലയൺ പീതാംബരൻ ആരംഭത്ത്, ലയൺ മെമ്പർമാരെ KK ഗോപി, സുഭാഷ് ചന്ദ്രൻ, KK മദനൻ, KR മോഹനൻ, KS അനന്തശയനൻ, KB സലീം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ആയിരങ്കണി ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി പുളിഞ്ചോട് തെക്ക് ഭാഗം കളരിക്കാട് ഉത്സവ കമ്മിറ്റിയുടെ പൂരം വരവ് വർണ്ണാഭമായി. വൈകിട്ട് 3:30 പുറപ്പെട്ട ഉത്സവത്തിന് മേളം, തമ്പോലം എന്നിവയുടെ അകമ്പടിയോടെ ഗജവീരൻ ചിറക്കര ശ്രീരാം കോലമേന്തി ആയിരങ്കണ്ണി ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. വൈകിട്ട് 8 മണിക്ക് കളരിക്കാട് ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീഭദ്ര ടീം അവതരിപ്പിച്ച കൈക്കുട്ടിക്കളിയും മാള ആരവം അവതരിപ്പിച്ച ശിങ്കാരിമേളവും അരങ്ങേറി. ആഘോഷ പരിപാടികൾക്ക് പ്രസിഡന്റ് ജയൻ കുന്നത്തുള്ളി, സെക്രട്ടറി രാജേഷ് കോണ്ട്രപ്പശ്ശേരി, രക്ഷാധികാരി സുഷിൽ കുമാർ എന്നിവർ നേതൃത്വം നൽകി.
ആങ്ങണ്ടിയൂർ ആയിരങ്ങണ്ണി ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തോടനുബന്ധിച്ച് പൂരത്തലേന്ന് തൃത്തല്ലൂർ വീരസവർക്കർ ഗ്രാമസേവാ സമിതിയുടെ നേതൃത്വത്തിൽ വർണ്ണോത്സവം 2024 എന്ന പേരിൽ കലാസന്ധ്യ നടത്തി. ഭരതനാട്യം, മോഹിനിയാട്ടം, കഥാഖ്യാനം തുടങ്ങിയ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ക്ലബ്ബ് ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇടവേള. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക് സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വീണ്ടും വാർത്തകളിലേക്ക്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും ഹോർട്ടികോർപ്പ് മിഷന്റെയും സഹകരണത്തോടെ മുറ്റിച്ചൂരിൽ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ 2 ഏക്കർ സ്ഥലത്ത് നടത്തി വന്നിരുന്ന തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. എല്ലാവരുടെയും അനുഭവത്തോടെ നാട്ടുകാരെല്ലാം നമ്മുടെ വാർഡ് മെമ്പർ തുടങ്ങി, പിന്നെ ആരൊക്കെയാ എല്ലാവരും, പ്രസിഡന്റ് തുടങ്ങി, ഇത് എന്തെന്ന് പറയാ, ഹൈബ്രിഡ് തണ്ണിമത്തൻ. നിങ്ങൾ എല്ലാവരുടെയും അനുഭവത്തോടെ വിളവെടുപ്പിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചു. ഇത് 1500 ഒരു തരം, 1500 രണ്ട് തരം, അവിടെ പിന്നിലും എല്ലാരും വിളിക്കണ്ട, അവിടെ ഉള്ളൊരു 1500
നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ അപ്പൊ ഞാൻ തന്നെ വിളിക്കാം. എങ്ങനെയാ വികാരിച്ചിട്ട് വിളിക്കും ഞാൻ, എനിക്ക് അവകാശം. ഇടവകുകാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തിരി അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിനാനന്ദൻ, വാർഡംഗം ശാന്ത സോളമൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. മാധുര്യമുള്ളതും മൂക്കാസ ഇനത്തിൽപ്പെട്ട വിത്താണ് ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ ഇവിടെ കൃഷി ചെയ്തത്. GHSS താന്യം സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം ദ്വിദിന സഹവാസ ക്യാമ്പിൻ്റെ ഭാഗമായി കുട്ടികൾ വാടാനപ്പള്ളി കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കിയെടുത്ത് തീരം എൻ്റെ സ്വന്തം എന്ന സന്ദേശം പ്രാവർത്തികമാക്കി. 23 SSSS അംഗങ്ങളും 7 അധ്യാപകരും ഇതിൽ പങ്കാളികളായി എന്ന് കോർഡിനേറ്റർ രത്നമണി ടീച്ചർ അറിയിച്ചു. വിദ്യ, അജിത, ഷിജി, സുമി, സുൽഫത്ത്, സിന്ധു, അനു എന്നീ അധ്യാപകരും കുട്ടികളോടൊപ്പം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഭാഗമായി. കഴിഞ്ഞ വർഷം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം. അപ്പം അതിൻ്റെ ഭാഗമായി 7 ദിവസത്തെ ക്യാമ്പ്, കഴിഞ്ഞ വർഷം 3 ദിവസത്തെ ക്യാമ്പ്, ഈ വർഷം 4 ദിവസത്തെ ക്യാമ്പ് 2 തവണകളായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കടൽ തീരത്തെ തീരം എൻ്റെ സ്വന്തം എന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കടൽ തീരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പെറുക്കിയെടുത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് പ്രതിവാര നൃത്തസംഗീത പരിപാടികളുടെ ഭാഗമായി ഞായറാഴ്ച ഭിന്നശേഷിക്കാരുടെ സ്പെഷ്യൽ സംഗീത കച്ചേരികൾ അരങ്ങേറി. ദിവ്യാംഗ് കലാപ്രതിഭകൾക്കുള്ള യൂണിവേഴ്സൽ റെക്കോർഡ് ബുക്ക് സ്പെഷ്യൽ ടാലൻറ്റ് അവാർഡ് വിതരണവും നടത്തി. ദേവസ്ഥാനം PRO ഹരിദാസ് ആമുഖ പ്രസംഗം നടത്തി. കലാപ്രതിഭകളായ തൃശൂർ സ്വദേശിനി പൂജ രമേഷ്, പാലക്കാട് സ്വദേശി നിരഞ്ജൻ എന്നിവരെ ദക്ഷിണാമൂർത്തി മണ്ഡപത്തിൽ വെച്ച് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ പൊന്നാടയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഇന്നിവിടെ ചടങ്ങ് നടക്കുന്നത് URFൻ്റെ ഒരു ആദരണ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് നിരഞ്ജനെയും പൂജയെയുമാണ് ഇവിടെ ആദരിക്കുന്നത്. ഇവർ രണ്ടുപേരും ഇവിടെ മുൻപ് പല പ്രാവശ്യം വന്ന് ഇവിടെ concerts featured in various print and electronic media. This special award presented on 18th February 2024 at Peringottukara Devasthanam, Thrissur. കൽക്കട്ടയിലെ URF റെക്കോർഡ്സ് ചീഫ് എഡിറ്റർ ഗിന്നസ് സുനിൽ ജോസഫ് അവാർഡ് വിതരണം നിർവഹിച്ചു. പുല്ലാങ്കുഴൽ വാദകൻ മുരളീകൃഷ്ണ വിശിഷ്ടാതിഥിയായിരുന്നു. സുനിൽ ജോസഫ്, ദേശമംഗലം നാരായണൻ നമ്പൂതിരി, ഗിന്നസ് മുരളി എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സംഗീത മണ്ഡപത്തിൽ നടന്ന സ്പെഷ്യൽ സംഗീത കച്ചേരിയിൽ B രഘു വയലിൻ, തൃശൂർ രാമോഹൻ മൃദംഗം എന്നിവർ പക്കമേളമൊരുക്കി. തുടർന്ന് തിരുവാണിക്കാവ് ശ്രീഭദ്ര തിരുവാതിരക്കളി സംഘത്തിൻ്റെ തിരുവാതിരക്കളിയും നടന്നു. തളിക്കുളം ചിലങ്ക ബീച്ച് ആലുങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിലെ 5 ദിവസങ്ങളായി നടത്തുന്ന മഹോത്സവത്തിന് കൊടിയേറി. ഉത്സവാഘോഷങ്ങളുടെ 1-ാം ദിവസമായ ഞായറാഴ്ച രാവിലെ ഗണപതി ഹവനത്തോടെ തുടക്കമായി. തുടർന്ന് ഗുരുപൂജ, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയ്ക്ക് ശേഷം ശ്രീ ചണ്ഡികേശ്വരി ദേവിയുടെ പ്രതിഷ്ഠാ ദിനാചരണവും വിശേഷാൽ പൂജകളും നടക്കും. വൈകിട്ട് കരിങ്കുട്ടി കളവും ശേഷം കലാപരിപാടികളും അരങ്ങേറും. 19-ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം സർപ്പക്കളവും ഉണ്ടാകും. 20-ന് യക്ഷിക്കളവും തുടർന്ന് ഭൂതക്കളവും ഉണ്ടായിരിക്കും.
21 പുലർച്ചെ ഗണപതി ഹവനവും തുടർന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം വിഷ്ണുമായ കളവും വൈകിട്ട് അത്താഴപൂജയ്ക്ക് ശേഷം ദേവീക്കളവും ഉണ്ടാകും. രാത്രി 7:30 തൃശൂർ ഒക്ടേവ്സ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും. ഉത്സവ ദിവസമായ 22 രാവിലെ 9 മണിക്ക് ശീവേലിയും വൈകിട്ട് 4 എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും. ദീപാരാധനയ്ക്ക് ശേഷം പൂമൂടൽ കർമ്മവും നടത്തുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾക്ക് രക്ഷാധികാരി എ പാർത്ഥൻ, പ്രസിഡന്റ് AV രാജൻ, സെക്രട്ടറി AK വാസുദേവൻ, ട്രഷറർ AD അനിൽകുമാർ, മറ്റംഗങ്ങളായ ഷിബുശാന്തി, മുരളി, മാധവൻ, ശ്രീധരൻ, ഷിബു, രാമനുണ്ണി, ബാബുരാജ്, ഗിരീശൻ, മാതൃസമിതി അംഗങ്ങളായ സെക്രട്ടറി ബിബിത, ട്രഷറർ ഭഗിനി, അംഗങ്ങളായ ഗിരിജ, പ്രിയ, ഷീബ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്. കഴിമ്പ്രം നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് സരസ്വതി പൂജ നടന്നു. 4-ാം ദിവസം രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി വാസുദേവൻ നമ്പൂതിരി വെള്ളത്തിട്ട് കിഴക്കേട്ടുമന ചെറുവത്തേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സരസ്വതി പൂജ നടന്നത്. ക്ഷേത്ര സംരക്ഷണ സഭ വനിതാവേദിയുടെ പ്രസിഡന്റ് രാജലക്ഷ്മി സോമൻ, സെക്രട്ടറി ജയശ്രീ ഷമ്മി, ട്രഷറർ ലൈവി മുകേഷ്, രക്ഷാധികാരികളും മാതൃസമിതി മെമ്പർമാരുമായ ദ്രൗപദി സുകുമാരൻ, മായ മോഹനൻ, ശാലിനി സജിത്ത്, സിനി ഉണ്ണികൃഷ്ണൻ, താര രമേഷ് ബാബു, ശൈലജ സുരേഷ് ബാബു, ശ്യാമള രാജൻ, ഉഷാരാജൻ, രാജി ജനാർദ്ദനൻ, ലലന രഘുവരൻ, ശൈലജ രവീന്ദ്രൻ, റിൻഷ ദിനേഷ്, സോണി വിനോയ് എന്നിവർ നേതൃത്വം നൽകി. അഖണ്ഡ സച്ചിദാനന്ദ പരബ്രഹ്മ സ്വരൂപോഹം ശ്രീമഹാ മുകുലസുന്ദരി ശ്രീമഹാ രാജേശ്വരി ശ്രീമഹാ കൃഷ്ണ ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് താഴ്ഭാഗത്തേക്ക് സമർപ്പിക്കുക. കിഴുപ്പുള്ളിക്കര ശ്രീ നാരായണംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്ര മേൽശാന്തി പൈക്കാട്ടുമനയ്ക്കൽ സനിൽ നമ്പൂതിരിപ്പാട് പൊങ്കാല ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പാലക്കാട് മുരളീധരൻ, പെരിഞ്ചേരി ആചാര്യൻ, ദേവി മഹാത്മ്യം, ശ്രീ ദുർഗ സപ്തശതി എന്ന വിഷയത്തെക്കുറിച്ച് ഭക്തി പ്രഭാഷണമുണ്ടായിരുന്നു. 13 അംഗങ്ങളുള്ള കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല മഹോത്സവത്തിൽ സാക്ഷ്യം വഹിച്ചു. എല്ലാ വർഷവും നടത്തുന്ന പോലെ ഇത്തവർഷത്തെ പൊങ്കാല മഹോത്സവവും വളരെ ഭംഗിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാ ഭക്തജനങ്ങളുടെ സൈഡിൽ നിന്നും നല്ല സഹകരണത്തോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സേവിക്കും സർവ സലാമത്തുൽ ബദരിയ റിഫായി റാത്തീബ് സംഘം കിഴുപ്പുള്ളിക്കര 58ാമത് റിഫായി റാത്തീബും ആണ്ടുനേർച്ചയും ആത്മീയ സംഗമവും നടത്തി. ശനിയാഴ്ച വൈകിട്ട് മഗ്രിബ് നമസ്കാരാനന്തരം കാഞ്ഞിരമറ്റം ഫരീദ് ഔലിയുടെ പേരിൽ സ്ഥാപിച്ച കൊടിമരത്തിൽ സയ്യിദ് അബ്ദുൽ സമദ് അൽ ഐദറൂസി കൊടി ഉയർത്തി. റഫീഖ് ലത്തീഫി അൽ ഹാറൂനി നസീഹത്ത് പ്രഭാഷണം നടത്തി. EM ബഷീർ സ്വാഗതം പറഞ്ഞു. തുടർന്ന് സലാമത്തുൽ ബദരിയ അറവനമുട്ട് സംഘത്തിൻ്റെ മാപ്പിളപ്പാട്ടോടുകൂടിയ അറവനമുട്ടും റിഫായിൻ റാത്തീബും നടത്തപ്പെട്ടു. സയ്യിദ് മർഹൂം PP ഇച്ചിച്ചി കോയ തങ്ങളുടെ അനുസ്മരണവും തങ്ങളുടെ പേരിലുള്ള വിദ്യാഭ്യാസ അവാർഡുകളും പ്രഖ്യാപിച്ചു. ഫസൽ തങ്ങൾ, മനാഫ്, കരീം, നൌഷാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അന്നദാനവും ഉണ്ടായി.
പ്രയാസകരമായ രോഗം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇവിടെയുള്ള മനുഷ്യ മക്കൾക്ക് ഒരത്താണിയായി സമാധാനമായി ഇലാഹായ റബ്ബുമായി വലിയ ബന്ധം സ്ഥാപിച്ച് അള്ളാഹുവിലേക്കെടുത്ത മഹാനായ വലിയ സുൽത്താൻ ആരിഫീൻ സയ്യിദി അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അവതാരങ്ങളും അവിടുത്തെ മദുഹുകളും പാടിപ്പറയുന്ന റിഫായി ഖാത്തീബും മഹാനായ ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു ഫരീദ് ഔലിയ നബിയിൽ അറിയപ്പെടുന്ന മഹാന്റെ പേരിലുള്ള ഈ പ്രദേശത്തുകാർക്ക് എന്നും ഷെയ്ഖ് ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനെ ഓർക്കപ്പെടാനും ഷെയ്ഖ് റിഫായി തങ്ങളിലൂടെ ഈ പ്രദേശത്ത് زمني وملجأ كل مسحور شكرا لربه ومن عيد روسي صلاة الله سلام الله كذلك فريد الدين وسلطان معين الدين ومجلسه سلامة دين തൃശൂർ അതിരൂപത ടീച്ചേഴ്സ് ഗിൽഡ് സുവർണ ജൂബിലി വർഷത്തിൽ മികച്ച ഗിൽഡ് യൂണിറ്റിനുള്ള അവാർഡ് കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് CGHS ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഐറിൻ ആന്റണിയും അധ്യാപകരും ചേർന്ന് മാർ ആൻഡ്രൂസ് താഴത്തിൽ നിന്ന് ഏറ്റുവാങ്ങി. പ്രധാന വാർത്തകൾ വീണ്ടും. മണലൂരിൽ അംബേദ്കർ റോഡിന്റെ നിർമ്മാണോദ്ഘാടനം. നാട്ടികയിൽ MLA ഫണ്ട് വിനിയോഗിച്ചുള്ള അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം. മുറ്റിച്ചൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ കൃഷിയിടത്തിൽ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.